തമിഴ്നാട്ടിൽ അടിസ്ഥാനമുള്ള ചില വൻകിട വസ്ത്ര വ്യാപാരികൾ, സ്വർണ്ണ വ്യാപാരികൾ, അതുപോലെ വെജിറ്റേറിയൻ ഹോട്ടൽ മുതലാളിമാർ, വളരെയേറെ സ്ഥാപനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്ഥാപിച്ച് വ്യാവസായിക രംഗത്ത് നല്ല സ്ഥാനം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് തന്നെ ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള വൻകിട വസ്ത്ര വ്യാപാരശാലയും അതിനോട് ചേർന്നുകൊണ്ട് സ്വർണ്ണ വ്യാപാരം, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, ആ തരത്തിൽ അവരുടെ വ്യാവസായിക ശൃംഖല ഓരോ ദിവസവും വളർത്തിക്കൊണ്ടുവരികയാണ്. അതിൽ പലതരത്തിലുള്ള വ്യവസായികളുണ്ട്. ഹോട്ടൽ ശൃംഖല, വെജിറ്റേറിയൻ ഹോട്ടൽ ശൃംഖലയിൽ അവർ കൈപിടിച്ച് നന്നായി അവർ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിലുള്ള വെജിറ്റേറിയൻ ഭക്ഷണശാലകളിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം കാണേണ്ട ഒരു പ്രത്യേകത, ഒരു സവിശേഷത, ഈ സ്ഥാപനങ്ങളിലൊക്കെ ജോലിയെടുക്കുന്ന ഏതാണ്ട് 90% ആളുകളും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. ഈ കോർപ്പറേറ്റുകൾ കേരളത്തിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാനായി താല്പര്യമില്ലാത്തത് കൊണ്ട് തമിഴ്നാട്ടിലുള്ള വളരെ പാവപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ട നിലയിലുള്ള വീടുകളിലെ യൗവനക്കാരായിട്ടുള്ള കുറെ യുവതികളെയും അതുപോലെയുള്ള മറ്റ് ആളുകളെയും ഒക്കെ കൊണ്ടുവന്നാണ് ഈ സ്ഥാപനങ്ങൾ, സ്വർണ്ണക്കടയും ഈ വസ്ത്രവ്യാപാരശാലയും സൂപ്പർ മാർക്കറ്റുകളും അതുപോലെ തന്നെ ഈ ഹോട്ടലുകളും നടത്തുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം, കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ അവർ കൂടുതൽ രാഷ്ട്രീയ വിധേയത്വമുള്ളവരായതുകൊണ്ട് ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെടുകയും അവർ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തരത്തിൽ സമരം ഉണ്ടാക്കുക, പ്രതിസന്ധി ഉണ്ടാക്കുക എന്നത് ഭയക്കുന്നത് കൊണ്ട് വളരെ ആസൂത്രിതമായി ബോധപൂർവമാണ് ഈ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് ജോലി ചെയ്യിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ ജീവിതം വളരെ ദുരിതപൂർണമാണ്. ഇവരെ താമസിപ്പിച്ചിരിക്കുന്നതൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അങ്ങേയറ്റം വളരെ വളരെ നിലവാരമില്ലാത്ത തരത്തിലാണ്. ഈ പെൺകുട്ടികളൊക്കെ താമസിക്കുന്ന ഇടങ്ങളിൽ പോലും ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വമില്ല, അതുപോലെ ശുചിമുറികളില്ല, മറ്റു തരത്തിലുള്ള യാതൊരു സൗകര്യങ്ങളുമില്ല. അവർക്ക് അവിടെ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിടെ ജീവിക്കുക എന്നതിനപ്പുറമായി അവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. പലപ്പോഴും ഈ വലിയ സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിൽ ഷീറ്റിട്ട ഷെഡുകൾ താൽക്കാലികമായി ഉണ്ടാക്കി അതിനകത്താണ് ഇവരൊക്കെ താമസിക്കുന്നത്. ഒരു തരത്തിലും വൃത്തിയുള്ള ഒരു സാഹചര്യത്തിലല്ല. ആരോഗ്യപരമായി തന്നെ വളരെ പ്രശ്നങ്ങളുള്ള ഡെങ്കിപ്പനി പോലെയൊക്കെ ഉള്ളത് ബാധിക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഈ പറയുന്ന പല സ്ഥാപനങ്ങളിലെയും ജോലിക്കാർ താമസിക്കുന്ന സാഹചര്യങ്ങൾ. അവർക്ക് ആരോടും പരാതിപ്പെടാനില്ല. കാരണം അവർക്ക് ജോലി നഷ്ടപ്പെടുമോ എന്ന് ഭയമുള്ളത് കൊണ്ട് അവർ ഇതെല്ലാം മൗനമായി സഹിക്കുകയാണ്. ഒരു കാലത്തെ ഈ വസ്ത്രശാലകളിലൊക്കെ വളരെ കോടിക്കണക്കിന് രൂപ ആദായമുള്ള വസ്ത്രശാലകളിലും സ്വർണ്ണക്കടകളിലും ഒക്കെ നിൽക്കുന്ന ജോലിക്കാർക്ക് 12 മണിക്കൂറൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നു തുടർച്ചയായിട്ട്. അവർക്ക് ഇരിക്കാൻ പോലും ഒരു കസേരയോ അല്ലെങ്കിൽ ഒരു സ്റ്റൂളോ കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു കാലത്ത് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. അവർ പറഞ്ഞു, നിർബന്ധമായി ഇവർക്ക് വസ്ത്രശാലകളിലൊക്കെ 12 മണിക്കൂർ നിൽക്കുന്നതിന് പകരം അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം കുറഞ്ഞത് കൊടുക്കണമെന്ന് പറഞ്ഞ് നാമമാത്രമായി ഈ സ്ഥാപനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്റ്റൂളുകളും കസേരകളും ഇട്ടു എന്നതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ കാര്യമായി ചെയ്തിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന, ഇവിടെ വിവിധ ശാഖകളുള്ള ഒരു തമിഴ്നാട് കേന്ദ്രീകരിക്കുന്ന ഒരു വസ്ത്രസ്ഥാപനം അവിടുത്തെ ജോലിക്കാരെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്ന ഇടത്തെ ശുചിമുറി മാലിന്യങ്ങളും അവിടുത്തെ വേസ്റ്റുകളും എല്ലാം കൂടെ ആ ചുറ്റും താമസിക്കുന്ന ആളുകളുടെ കോളനിക്കകത്തേക്ക് ഒഴുക്കി എന്ന വലിയ പരാതി ഉണ്ടായി. കോർപ്പറേഷൻ അത് ഇടപെട്ടു. യഥാർത്ഥത്തിൽ കോർപ്പറേഷന്റെ പരമമായ ഉത്തരവാദിത്വമാണ് ഇവർ താമസിക്കുന്ന ഇടങ്ങളിലെ ശുചിത്വം ഉണ്ടോ എന്ന് പരിശോധിക്കുക, ഇവ തയ്യാറാക്കുന്ന ഭക്ഷണ വസ്തുക്കൾ മാലിന്യരഹിതമാണോ എന്ന് അന്വേഷിക്കുക, കണ്ടെത്തുക. ഇതെല്ലാം കോർപ്പറേഷനിൽ ശമ്പളം പറ്റുന്ന ഹെൽത്ത് സ്ക്വാഡിന്റെ ഉത്തരവാദിത്വമാണ്. ഇവരാകട്ടെ വളരെ ചടങ്ങിന് ഏതെങ്കിലും പരാതി ഉണ്ടാകുമ്പോൾ അവിടെ പോയി അതിൻ്റെ ഉടമയുമായി സംസാരിച്ച് ചില പാരിതോഷികങ്ങളൊക്കെ വാങ്ങി അത് ഒത്തുതീർത്തിഞ്ഞ് പോരുകയും ചിലപ്പോൾ പത്രങ്ങളിൽ കൊടുക്കുന്നതിന് വേണ്ടി അത് അടച്ചുപൂട്ടാനായി നിർദ്ദേശം കൊടുത്തു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യും. അടച്ചുപൂട്ടി
24 മണിക്കൂർ കഴിയുമ്പോൾ കാണാം ആ സ്ഥാപനം വീണ്ടും തുറന്ന് പൂർവാധികം ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്നത്. ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്തെ ഹൃദയ ഭാഗത്തുള്ള ഒരു സ്വർണ്ണക്കടയിൽ അവരുടെ ശുചിമുറി, അവരുടെ കക്കൂസ് മാലിന്യം പോലും ഇവിടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ആമയിഴഞ്ചാൻ തോടിലേക്ക് ഒഴുക്കുന്നത് കണ്ടുപിടിച്ച് അവരെ കർശനമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാക്കി. കോർപ്പറേഷൻ ഇടപെട്ട് ഹെൽത്ത് സ്ക്വാഡ് ചെന്ന് അവരോട് ഇത് അടിയന്തരമായി അവസാനിപ്പിക്കണം, ഇതിന് മറ്റ് മാർഗങ്ങൾ നിങ്ങളുടെ മാലിന്യം സംസ്കരിക്കാൻ സ്വീകരിക്കണമെന്നൊക്കെ നോട്ടീസ് കൊടുക്കുകയും ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്തു എന്നുള്ളതൊന്നും പിന്നെ വാർത്തയില്ല. ഏതായാലും ആ സ്വർണ്ണക്കട പൂർവാധികം ശക്തിയായി ഇപ്പോഴും നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തന്നെയാണ് ഒരു വൻകിട വസ്ത്രാലയം ഉള്ളത്, ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. അവിടുത്തെ ജീവനക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നാട്ടുകാരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി കോർപ്പറേഷൻ ഇടപെട്ട് താൽക്കാലികമായി അവിടെ എന്തൊക്കെയോ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലർ അതിനകത്ത് ഇടപെട്ടു. ഏറ്റവും ഒടുവിൽ ചില താൽക്കാലിക പരിഹാരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. പാളയത്തും മറ്റുമുള്ള ഇതുപോലെ തമിഴ്നാട്ടിൽ വേരുകളുള്ള ചില ഹോട്ടലുകളിലെ ജീവനക്കാരൊക്കെ താമസിക്കുന്നത് ആ കെട്ടിടത്തിന് മുകളിൽ താൽക്കാലികമായി ഈ ആസ്ബസ്റ്റോ ഷീറ്റ് ഉണ്ടാക്കിയതായിട്ടുള്ള കൂരയിലാണ്. അവരവിടെ താമസിക്കുന്നു, അവരുടെ ശുചിമുറികളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് അവർ കഴിയുന്നു. ആ ആളുകൾ തന്നെയാണ് താഴെ ഇറങ്ങി വന്ന് ആ ഹോട്ടലിലെ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതും അവിടെ ചെല്ലുന്ന ആളുകൾക്ക് ആഹാരം വിളമ്പുകയൊക്കെ ചെയ്യുന്നത്. സാങ്കേതികമായി ഇവരെല്ലാം ഹെൽത്ത് കാർഡുകൾ സൂക്ഷിക്കേണ്ടവരാണ്. കാലാകാലങ്ങളിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമായി ഇവർക്ക് പകർച്ചവ്യാധികളില്ല, മറ്റ് രോഗങ്ങളില്ല എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്വം കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ അതിനുവേണ്ടി ഒരു ആരോഗ്യ വിഭാഗം തന്നെയുണ്ട്. ഇവിടെ കോർപ്പറേഷൻ ലോകത്തിലെ 1-ാം നമ്പർ കോർപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഷർട്ടും കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് UN അവാർഡ് വാങ്ങിച്ച് ഒക്കെ നടക്കുമ്പോൾ ഇവിടെ തെരുവ് നായയുടെ കടിയേറ്റ് പാവപ്പെട്ട വിദ്യാർത്ഥികൾ വഴിയിൽ വീഴുകയാണ്. 2 ദിവസം മുമ്പാണ് മണക്കാട് എന്ന് പറയുന്ന തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ തെരുവ് നായി കടിച്ചുകൊണ്ട് ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ കഴിയാതെ വന്നത്. ഇവിടെ എവിടെ ഇറങ്ങിയാലും മന്ത്രിമാരിയ്ക്കുന്ന സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ പോലും തെരുവ് നായ്ക്കളെ കൊണ്ട് തിരുവനന്തപുരത്തെ നഗരമാകെ നിറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ കോർപ്പറേഷൻ ചെയ്യുന്നത്? എന്തിന്റെ പേരിലാണ് ഇവർക്ക് 1-ാം നമ്പരാണെന്ന് പറഞ്ഞ് ഇവർക്ക് അവാർഡ് കൊടുക്കുന്നത്? ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ എന്താണ്? സ്ലാബുകൾക്കൊന്നും മൂടിയിട്ടിട്ടില്ല. അനേക ഇരുചക്ര വാഹനക്കാരൊക്കെ ഈ രാത്രി സമയത്തൊക്കെ ഈ മൂടിയില്ലാത്ത ഓടകളിലൊക്കെ വീണ് വലിയ അപകടങ്ങൾ ഉണ്ടാവുകയാണ്. പല റോഡുകളിലും എടുത്തിരിക്കുന്ന ഈ ജല നിർഗമനത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന മലിനജലം പോകുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന കുഴികളൊന്നും വേണ്ട രീതിയിൽ മൂടാത്തത് കൊണ്ട് ധാരാളം ആളുകൾ വല്ലാതെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളാകട്ടെ അല്ലെങ്കിൽ അവിടെ വേറെയുള്ള വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാകട്ടെ പ്രാദേശികമായിട്ടുള്ള ഭരണസമിതിയുടെ ചട്ടങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ അതിരൂക്ഷമായ കർശനമായ നടപടികൾ ഈ കോർപ്പറേറ്റുകൾക്കെതിരായിട്ട് എടുക്കണം. അവിടെ ജോലിയെടുക്കുന്ന ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. അവരുടെ അതുപോലെ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള മാർഗങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പരിശോധന നടത്തണം. കർശനമായിട്ടുള്ള നടപടിക്ക് വിധേയമാകുന്നില്ലെങ്കിൽ തിരുവനന്തപുരം നഗരം പോലെയുള്ള നഗരത്തിൽ പോലും ഈ മാലിന്യ കൂമ്പാരങ്ങളുടെ മധ്യത്തിൽ ഇനിയും നാനാവിധത്തിലുള്ള പകർച്ചവ്യാധികളും തെരുവ് നായ്ക്കളുടെ കടികളും ഏറ്റ് പൊതുസമൂഹം ദുരിതം അനുഭവിക്കേണ്ടി വരും എന്ന കാര്യം കാണാതെ പോകുന്നത് ശരിയല്ല. ഇതുതന്നെയാണ് പ്രധാനപ്പെട്ട പല നഗരങ്ങളുടെയും സ്ഥിതി. അതുകൊണ്ട് ഈ കോർപ്പറേറ്റ് ഏജൻസികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഹോട്ടലുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അവരുടെ അടുക്കളകൾ പരിശോധിക്കണം. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ വഴികൾ അന്വേഷിക്കണം. ആ തരത്തിലൊക്കെയുള്ള ഒരു ജാഗ്രത കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ കേരളം വീണ്ടും ഒരു ഈ പറയുന്ന പകർച്ചവ്യാധിയുടെ കേന്ദ്രമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പാവപ്പെട്ട കുറെ തൊഴിലാളികളെ, അത് ഏത് സംസ്ഥാനത്തു നിന്നുള്ളവരാണെങ്കിലും ശരി, അവരെ ചൂഷണം ചെയ്യുന്ന ഈ കോർപ്പറേറ്റ് ഏജൻസികളെ നിലയ്ക്ക് നിർത്താനുള്ള ആത്മാർത്ഥമായ ശ്രമവും അതിനുള്ള ഇച്ഛാശക്തിയും അതിനുള്ള ഉത്തരവാദിത്വവും ബന്ധപ്പെട്ട ആളുകൾ കാണിക്കേണ്ട സമയമായിരിക്കുന്നു. അതാണ് ഇന്ന് എല്ലാവരും പറയുന്നത്. തെരുവ് നായ്ക്കളുടെ ശല്യം, മാലിന്യ നിർമ്മാർജ്ജനം, ഹോട്ടലുകളുടെ അടുക്കളയിലും മറ്റുമുള്ള ശുചിത്വം,
ഇത്തരം കാര്യങ്ങളിലെല്ലാം അതുപോലെ അവരുടെ താമസം നിയമാനുസൃതമായിട്ടുള്ള സംരക്ഷണം ഉള്ളിടത്താണോ, കോർപ്പറേഷന്റെ അനുവാദമില്ലാതെ ഷെഡുകൾ കെട്ടി അവരെ താമസിപ്പിക്കുന്നത് ശരിയാണോ, ഇതെല്ലാം പരിശോധിച്ച് ഇവയ്ക്കൊക്കെ ഒരു പരിഹാരം കാണേണ്ട സമയം വൈകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയേണ്ടി വരുന്നത്.